ഇതിപ്പോൾ ഇന്ന് നമ്മുടെ ചേച്ചി വരുന്നുണ്ട് സുഹൃത്തുക്കളെ കോയമ്പത്തൂരിൽ നിന്ന്. അപ്പോൾ നമ്മൾ ചേച്ചിയെ വിളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നാളെ ന്യൂ ഇയർ ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ ചേച്ചിയെ വിളിക്കാനായിട്ട് നമുക്ക് എന്തായാലും പോവാം. കോയമ്പത്തൂർ എയർപോർട്ടിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം കേട്ടോ. അപ്പോൾ രാത്രിയായി, പെട്ടെന്ന് പോകണം, സമയമായി. ഹായ് പറ, ഒരു ഹായ് പറ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ആക്ച്വലി ന്യൂ ഇയറിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. നമ്മൾ ആ ഒരു ടൈമിൽ നമ്മുടെ കുരുടിക്കാട് ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. 12 മണി ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും വിഷ് ചെയ്തു. പക്ഷെ എനിക്ക് പോസ്റ്റ് ഇടാൻ കറക്റ്റ് 12 മണിക്ക് ഇടുമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. ഇപ്പോഴാണ് നമ്മൾ വീടെത്തിയത്. അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ചെറിയൊരു വ്ളോഗാണ്. നാളെ നമ്മൾ കുത്തന്നൂർ പോകുന്ന വ്ളോഗിൽ നമ്മുടെ ന്യൂ ഇയർ വിശേഷം അതിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 വ്ളോഗ് എടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വ്ളോഗിൽ നമ്മുടെ ചേച്ചിയുടെ കമ്മിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ഇയർ വിഷിങ്ങിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ആക്ച്വലി കേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കേക്ക് അവിടുത്തെ കടയിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ഡയറക്റ്റ് വീട്ടിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം അവിടെ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ലേറ്റായി, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കഴിച്ചു. അപ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, ഒരു വീഡിയോ എന്തോ എടുത്തുള്ളൂ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ എവിടെയും നിർത്തിയില്ല, നേരെ ഒറ്റ എവിടെയായിരുന്നു പെട്ടെന്ന് നമ്മൾ വീടെത്തി കേട്ടോ. പിന്നെ നമ്മൾ സ്വീറ്റ്സ് കട 1-2 കടയിൽ നിർത്തി, പക്ഷെ നമുക്ക് ക്രോസിങ് പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ വന്നു. ഇവിടുത്തെ കടകളൊക്കെ ക്ലോസ് ആയിട്ട് ഇവിടെ അങ്ങനെ ആക്റ്റീവ് അല്ല, നമ്മുടെ പാലക്കാട് പോലൊന്നും അത്ര ആക്റ്റീവ് അല്ല ഇവിടെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവർഷാശംസകൾ. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് അടിപൊളി ഒരു വർഷമാവട്ടെ. 2025-നെക്കാട്ടിലും നല്ലൊരു വർഷമാവട്ടെ. 2025 നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു നഷ്ടവും ഈ വർഷത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ അനിയൻ്റെയും വക ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി കിടന്നുറങ്ങുക. എന്തായാലും ഇപ്പോൾ പടക്കം പൊടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. 12 മണി ആയപ്പോൾ ഫുൾ പടക്കം പൊടിക്കലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ട്രെയിൻ കണ്ടു, ഫ്ലൈറ്റ് പോകുന്ന കണ്ടു, കുറേ നമ്മൾ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും നമ്മൾ വരുമ്പോൾ കണ്ടു. കാരണം നമ്മൾ അത്രയും ചുറ്റിയിട്ടുണ്ട് വഴി മാറിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ള ഗൈസ്. സോ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അനിയൻ്റെ വിഷ് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കൊടുത്തേക്കാം. അവനാണെങ്കിൽ അവിടെ ഫുൾ തിരക്കാണ് ഗൈസ്. അവിടെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരൊക്കെ വൈബാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ പെട്ടെന്ന് വീഡിയോ കാണാം ഗൈസ്. ബൈ. ഗൈസ്, അപ്പോൾ എൻ്റെ പേരിലും എൻ്റെ ചേച്ചിയുടെ പേരിലും ഞങ്ങളുടെ നേച്ചർ വ്ളോഗ്സിൻ്റെ പേരിലും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.